ഹലോ, സംഗതി ഒരു ഇൻ്റർവ്യൂ ആണേ. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ചേച്ചേ അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കാൻ എനിക്കൊരു ഭാഗ്യം കിട്ടിയെന്ന് വേണം പറയാൻ. ഒരു സെലിബ്രിറ്റിയായ, ഒരു ധ്യാനഗുരുവായ ഒരു വൈദികൻ എന്ന് വളരെ ഭവ്യതയോടുകൂടി ഒരു ഇൻട്രോ ഒക്കെ തരണമെന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഇദ്ദേഹത്തിന് ഞാൻ അങ്ങനെ ഒരു ഇൻട്രോ തരില്ല. ഒരുപാട് സ്നേഹമുണ്ട് അച്ഛനോട്, ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട്. പക്ഷെ ഹീ ഈസ് സച്ച് എ ജിൽ പേഴ്സണാലിറ്റി. അച്ഛാ ഒരുപാട് സന്തോഷം, വെൽക്കം. ഓക്കെ അച്ഛാ, ഇനി ഇൻ കേസ് ഈ അച്ഛനെ ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ പോവുക, റെവറൻഡ് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ എന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഐ ബെറ്റ് യു ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അഡിക്റ്റ് ആകും, പിന്നെയും കണ്ടുകൊണ്ടിരിക്കും. അച്ഛൻ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അച്ഛനറിയാം ഈ യൂത്തന്മാർ, ഇപ്പോഴത്തെ യൂത്ത് പിള്ളേർ കുറേ ഷോർട്ട് ഫിലിംസ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ വ്യൂവേഴ്സിനെ ഒന്ന് കൂട്ടാൻ വേണ്ടി കിടന്ന് കഠിനാധ്വാനം ചെയ്യുവാണ്. അച്ഛൻ ഇതെങ്ങനെ സാധിക്കുന്നു? എങ്ങോട്ടാണ് അച്ഛൻ്റെ ഈ പോക്ക്? എനിക്കിതാണ് അറിയേണ്ടത്, എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ ഈ ഷോർട്ട് ഫിലിംസൊക്കെ എടുക്കുമ്പം അതൊരു തീം ബേസാണ്. അപ്പോൾ അത് ഇഷ്ടമുള്ളവർ മാത്രമേ അത് കാണത്തുള്ളൂ. അപ്പം എൻ്റെയൊക്കെ പ്രസംഗം എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരുപോലെ ആപ്ലിക്കബിളായ കാര്യങ്ങൾ പറയുക. പ്രത്യേകിച്ച് എല്ലാവരും കുടുംബത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് കൈയില്ലാതെ ജനിക്കാം, കണ്ണില്ലാതെ ജനിക്കാം, കാലില്ലാതെ ജനിക്കാം, പക്ഷേ കുടുംബമില്ലാതെ ജനിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കുടുംബ ബന്ധത്തിൻ്റേതാകുമ്പോൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവർക്കും ഒരുപോലെ സ്വീകാര്യതയായ മെസ്സേജാണ്. അപ്പോൾ എല്ലാവരെയും ബാധിക്കുന്നതാണ്, എല്ലാവരും ഇത് കാണും. പിന്നെ ആൾക്കാരെ അല്പം കൂടി ആകർഷകമായ രീതിയിൽ ഫലിതത്തിൻ്റെ മേമ്പടിയോടെയൊക്കെ അവതരിപ്പിക്കുമ്പം അതിന് വ്യൂവേഴ്സ് സ്വാഭാവികമായിട്ടും ഒത്തിരി വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ പ്രത്യേകിച്ച് യൂത്തിന് ഇന്നത്തെ ഈ കാലത്തിൻ്റെ ഭാഷ, ഒരു ശൈലി, ആവിഷ്കരണം ആ രീതിയിൽ നമ്മൾ പറയുമ്പം തീർച്ചയായിട്ടും അതങ്ങ് ആകർഷകമായിട്ട് മാറുക. പിന്നെ കുറച്ച് പേർക്ക് ഇഷ്ടമായ പിന്നെ അങ്ങ് വൈറലാവും. അതിങ്ങനെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയച്ചയച്ച് അങ്ങനെ വലുതാകുന്ന ആ രീതിയിലാണ് വരിക. ഏതൊരു സ്പെഷ്യൽ തീം വെച്ച് പിടിച്ചാലും ആ ഒരു വിഷയം ഇഷ്ടമാണെങ്കിൽ അതിലേക്ക് വൈറലായിട്ട് കടന്നു വരാം. പക്ഷേ ഒരു സ്പെഷ്യൽ തീം പിടിക്കാനത് ഫലിതമോ കാര്യമൊന്നും വരികയല്ലോ. അപ്പോൾ ഇച്ചിരി ട്രൈ ആകുമ്പം സ്വാഭാവികമായിട്ടും അതിൻ്റെ വ്യൂവേഴ്സും കമ്മിയായിരിക്കും. അതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം യൂത്തന്മാരൊക്കെ കേട്ടല്ലോ, ഇതാണ് അതിനുള്ള റീസൺ. അച്ഛാ, പിന്നെ സാധാരണ ഈ ധ്യാനം കൂടാൻ വരുന്നത് വിശ്വാസികളായിരിക്കും. പക്ഷേ ഈ അച്ഛൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിശ്വാസികൾ പോലും അച്ഛൻ്റെ ധ്യാനം കൂടാൻ ഭയങ്കര വെമ്പലോടെ കാത്തിരിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, അച്ഛൻ കൂടുതൽ സംസാരിക്കാറുള്ളത് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചും ദാമ്പത്യ ബന്ധത്തെക്കുറിച്ചൊക്കെയാണ്. അച്ഛനൊരു വൈദികനാണ്. ഇപ്പം എൻ്റെ മനസ്സിലൊരു ചോദ്യം ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ എനിക്ക് അച്ഛൻ്റെ ചോദിക്കാനുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ഈ കുടുംബ ബന്ധത്തിൽ വില്ലൻ ഭാര്യയാണോ ഭർത്താവാണോ മെജോറിറ്റി? അച്ഛനിപ്പോൾ ഒരുപാട് പേരെ കണ്ടുവരുന്നുണ്ടല്ലോ. പിന്നെ അച്ഛൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, കൂടുതൽ അച്ഛനെടുത്ത് ട്രോളാറുള്ളത് വൈഫിനെയൊക്കെയാണ്, ഭാര്യമാരെയാണ്. അതിനുള്ള റീസൺ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞുതരാമോ? കുടുംബ പ്രശ്നങ്ങളിൽ ഭർത്താവിൻ്റെ റോള് ഒരു പകുതിയുണ്ട്, ഭാര്യയുടേതും പകുതിയുണ്ട്. പക്ഷേ ഈ ഭർത്താക്കന്മാരോട് നമുക്ക് കൂടുതൽ റീസണബിളായിട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കൂടുതൽ ഉൾക്കൊള്ളാനും ഒരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് ഓക്കെ എന്ന് പറയുന്നതും കൂടുതൽ ആണുങ്ങളാണ്. സ്ത്രീകൾ അത് ഓക്കെ എന്ന് പറഞ്ഞാലും ഒരു അല്പം കൂടെ വൈകാരിക തലവും മുറിവും മനസ്സിലുള്ളതുകൊണ്ട് വീണ്ടും അത് തന്നെ പറഞ്ഞ് ന്യായീകരിക്കും. അപ്പം പിന്നെ നമുക്കൊരു കേസ് തീർക്കാനൊക്കെ പാടാണ്. അതുകൊണ്ട് എപ്പോഴും പിന്നെ ഒരു ഫലിതത്തിൽ സ്ത്രീയെ കൊണ്ടുവന്നാൽ അവരത് കൂടുതൽ ആസ്വദിക്കുന്നുണ്ട്. അവരെക്കുറിച്ച് തമാശ പറഞ്ഞ് താത്തി പറഞ്ഞാലും ആണുങ്ങൾക്കാണ് അത് പെട്ടെന്ന് മുറിവും പ്രകോപനമാണ്. പക്ഷേ സ്ത്രീ അങ്ങനെ എടുക്കുകയില്ല. അപ്പോൾ അവൾ ഫലിതമായിട്ട് എടുക്കും. അതേസമയത്ത് അവളെക്കുറിച്ച് പറയുമ്പം ആണുങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും, സ്ത്രീ അത് മനസ്സിലാക്കുകയും ചെയ്യും. പക്ഷേ പൊതുവിലൊരു ടെൻഷനില്ലാതെ പോകുന്നത് അങ്ങനെ അവതരിപ്പിക്കപ്പെടാം. അപ്പോൾ ആ രീതി കൊണ്ടാണ് കൂടുതൽ ഈ മോഡൽ. പക്ഷേ സാധാരണ പ്രസംഗത്തിൽ ഒരു പകുതി സ്ത്രീയെക്കുറിച്ച് പറഞ്ഞാൽ നേരെ തിരിച്ച് മറ്റേ പകുതി ആണുങ്ങളോടും പറയാറുണ്ട്. രണ്ട് രീതിയിലാണ്. കാരണം ഒരു കൂട്ടരെ മാത്രം ആയിട്ട് പറയാറില്ല. പറയുമ്പോൾ ചിലപ്പം കൂടുതലും കുടുംബത്തിൽ സ്ത്രീ ആയതുകൊണ്ടും കുറച്ചുകൂടെ ഫലിതം പറയാവുന്ന സ്ത്രീകളെക്കുറിച്ച് ആയതുകൊണ്ടും അങ്ങനെ കൂടുതൽ പറയുന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ പറയാൻ കാര്യം വെച്ചാൽ എനിക്കൊരു ചിറ്റപ്പനുണ്ട്. പുള്ളിക്കാരൻ ജിയോ എടുത്ത് തന്നെ അച്ഛൻ്റെ പ്രസംഗം കേൾക്കാൻ, എന്നിട്ട് എന്നും രാത്രി ഇരുന്ന് കാണിച്ചു കൊടുക്കുക ക്യാൻറ്റീനിൽ ഇരുന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ചോദിക്കാൻ കാര്യം. പിന്നെ അച്ഛനൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് അടുത്ത ജന്മത്തിൽ ആരാകണമെന്നൊരു ചോദ്യത്തിന് അച്ഛൻ പറഞ്ഞാൽ എനിക്ക് വൈദികൻ തന്നെ ആകണം, ഈ ജന്മത്തിൽ ഒരു കുടുംബജീവിതം നയിച്ചിരുന്നെങ്കിൽ 3-4 കുട്ടികളിൽ ഒതുങ്ങിപ്പോയൊരു കുടുംബം എനിക്ക്. അപ്പോൾ ദൈവമേ, 3-4 കുട്ടികളോ? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നാം ഒന്ന് നമുക്കൊന്ന്, നാം രണ്ടാണെങ്കിൽ നമുക്കൊന്നും വേണ്ടാന്നൊരു ട്രെൻഡാണ്. അപ്പം അതിനോട് അച്ഛൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? അത് പണ്ട് നാം ഒന്ന് നമുക്കൊന്ന്, പിന്നെ നാം ഒന്ന് നമുക്ക് വേണ്ട, ഇപ്പം വേറെ രീതി കഴിഞ്ഞ് നാം ഒന്ന് നമുക്കൊരു കുട്ടി വേണ്ട, പട്ടി മതി എന്ന രീതി ഇന്നിപ്പോൾ ഉണ്ട്. ഇങ്ങനെ അത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ കാണാം. പിള്ളേർക്ക് പകരം പട്ടിയും പൂച്ചയും അണ്ണാനെയൊക്കെ
പകരം വെക്കുന്നവരുണ്ട്. അപ്പം അതുകൊണ്ട് വരുന്നൊരു വിപത്ത് സമൂഹം ചുരുങ്ങിപ്പോവും. പക്വതയുള്ള വ്യക്തിത്വങ്ങൾ വളർന്നു വരാനായിട്ടുള്ള അവസരം നിഷേധിക്കപ്പെടും. 2, 3, 4 മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളിൽ ആങ്ങളമാർ ഉരസലും മുട്ടലും അതിൻ്റെ പറച്ചിൽ, പങ്കുവെച്ചുള്ള പരിശീലനം, ഒരു ഭക്ഷണമാണെങ്കിൽ പോലും അങ്ങനെ കൊണ്ടും കൊടുത്തും വളരുന്ന ഒരു നല്ല അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നു. അപ്പം അത് നഷ്ടപ്പെടുന്നതിൻ്റെ അപകടമുണ്ട്. അത് പിന്നീട് വരുന്നത് ഈ കുടുംബത്തിൽ ജീവിക്കുമ്പോഴല്ല, പിന്നീട് ദാമ്പത്യത്തിൽ വരുമ്പോഴാണ്. ഒരു ആങ്ങളമാർ വളരെ ഷെയർ ചെയ്ത് ജീവിക്കാത്ത ഒരു പെണ്ണാണെങ്കിൽ ഭർത്താവ് പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഭക്തസംഘടനകൾ, സാമൂഹ്യ സംഘടനകൾ അതിനകത്തൊക്കെ പ്രവർത്തിച്ച് വരുന്ന യുവതീവാക്കന്മാരാണ് കുടുംബത്തിലും കൂടുതൽ വിജയിക്കുന്നതും വിട്ടുവീഴ്ചയുള്ളതും. അങ്ങനെയൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചിട്ട് വന്ന് നേരെ വിവാഹ അന്തസ്സിൽ പ്രവേശിക്കുന്നിടത്താണ് കൂടുതൽ നമ്മളിന്ന് തകർച്ചയും ഒത്തിരി വിട്ടുവീഴ്ചയില്ലായ്മയൊക്കെ നമ്മൾ കാണുന്നത്. അപ്പം അംഗസംഖ്യ കുറയുന്നത് വലിയ അപകടമാണ്. നമുക്കതുകൊണ്ട് ഒരു നന്മ വരുന്നില്ല, അപകടമേ വരുന്നുള്ളൂ. ഓക്കെ അച്ഛാ, പിന്നെ ചോദിക്കാനുള്ളൊരു ചോദ്യം, അച്ഛൻ ഒരു വൈദികനായില്ലായിരുന്നെങ്കിൽ അച്ഛൻ ആരായനെ? വൈദികനായില്ലായിരുന്നെങ്കിലും സ്വാഭാവികമായിട്ടും പൊളിറ്റിക്സിലേക്ക് വരാമായിരുന്നു. രാഷ്ട്രീയം, ഞാനൊത്തിരി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നൊക്കെയാണ് പിന്നീട് തിരിച്ചു പോരുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയ ട്രെൻഡ് ഇന്ന് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ആ ഒഴുക്കി പോയിരുന്നെങ്കിൽ അന്ന് അങ്ങനെ അങ്ങ് പോയാലും പിന്നീട് അത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞതുകൊണ്ടാണ്. ഒരു മുഖ്യമന്ത്രി ലെവലിലേക്കൊക്കെ ഉയരുമായിരുന്നു? ഒന്നുമില്ല. ഞാനൊരു കേരള കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പ്രാദേശിക പാർട്ടിയുടെ വിദ്യാർത്ഥി തലപ്പത്തായിരുന്നു. ചിലപ്പോൾ MLA ഒക്കെ ആകാനുള്ള സാധ്യത ഇല്ല അച്ഛാ, മുഖ്യമന്ത്രി ആകും. മുഖ്യമന്ത്രി ആകണമെങ്കിൽ അത്രയും മുഖ്യ പാർട്ടി ആകണ്ടേ, ആ പാർട്ടിയിലല്ല. അച്ഛാ, സാധാരണ ഈ പ്രസംഗങ്ങളോട് ആർക്കും തന്നെ താല്പര്യമില്ല. പ്രത്യേകിച്ച് പള്ളിയുടെ സമയത്തൊക്കെ ആണെങ്കിൽ കർത്താവിൻ്റെ കുഞ്ഞാടുകൾ എന്ന് പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ അച്ഛന്മാരും ഏകദേശം ആ ഒരു സ്റ്റൈലിലൊക്കെയാണ് ഒരു പ്രസംഗം. അപ്പോൾ അച്ഛൻ വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നു. അച്ഛനെ എല്ലാവരും ശ്രവിക്കുന്നു. അച്ഛനെ കേൾക്കാൻ വേണ്ടി ഓട്ടോ പിടിച്ചിട്ടാണെങ്കിൽ അപ്പുറത്തെ ഗ്രഹത്തിൽ നിന്നാണെങ്കിൽ പോലും ഇവിടെ എത്തുന്നു. അപ്പോൾ അച്ഛന് തോന്നിയിട്ടുണ്ടോ ബാക്കി അച്ഛന്മാർക്ക് കൂടി ഞാനൊരു ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ പലപ്പോഴും ഓർക്കും എന്തൊരു ബോറാന്ന് ഞാനും ചിലരെ കേൾക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം ഈ ബോറല്ലാത്ത രീതിയിൽ നമ്മൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സ്വീകാര്യത കണ്ടു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ ആൾക്കാർ സ്വീകരിക്കുമെന്നൊരു ആത്മധൈര്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാനൊന്നുമില്ല. അപ്പം നമ്മൾ പറയുന്ന എല്ലാവരും സ്വീകരിക്കുന്ന ഉറപ്പും, അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പറയുന്നതിൽ ആധികാരികത വരും, നമ്മളെ ശ്രദ്ധിക്കപ്പെടും, നമ്മളെ വോട്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഫലിതങ്ങളും ഒക്കെ കൂടുതൽ ആഡ് ചെയ്തും ഒക്കെ പറയുന്നൊരു രീതി. അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ ദൈവികമായ സന്ദേശം മനുഷ്യന് മനസ്സിലെത്തിക്കാൻ എല്ലാവർക്കും പറ്റും. പക്ഷേ പലരും അങ്ങനെ ഒരു പരിശ്രമം നടത്താറില്ല. പ്രത്യേകിച്ച് പള്ളികളിലേക്ക് ആകുമ്പോൾ ഞായറാഴ്ചകളിൽ 10-15 മിനിറ്റ് പറഞ്ഞാൽ മതി. ഒത്തിരി ഒരുങ്ങി പറയാനുള്ള ഒരു ആവശ്യം അവർക്ക് തോന്നാറില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഞാനൊക്കെ മണിക്കൂറുകൾ പറയുമ്പോൾ പിന്നെ പല ഗ്രൂപ്പുകളെയും പല മതങ്ങളെയും ഒക്കെ ഫേസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരുങ്ങണമല്ലോ. അതുകൊണ്ട് കൂടുതൽ ഒരുങ്ങും. അങ്ങനെ കുറച്ച് പറഞ്ഞു തരുന്നത് പിന്നെ അതൊരു പരിചയമായി കഴിയുമ്പം നമുക്ക് എന്തും അതിനോട് പിന്നെ ആഡ് ചെയ്യാം. ആ ഒരു ധൈര്യം കിട്ടുമ്പോഴാണ് അത് ശോഭിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ടെൻഷനായിരിക്കും. അത് ഒക്കുവോ, പറഞ്ഞാൽ ഒക്കുവോ. ഇപ്പം പലതും പറയാൻ കഴിയില്ലാത്തൊരു പലതും പറയരുത്. അത് വളരെ ബോറിങ്ങാണ് കേട്ട് കഴിഞ്ഞാൽ. അതായത് അവർ ഗൗരവത്തിൽ തന്നെ അവരുടെ മാറ്റം കൊണ്ടുപോയാൽ മതി. ആ രീതിയിൽ പറ്റും. പക്ഷേ പരിസരസം പറ്റുന്നവർ അതൊരു ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് ചെയ്യുന്നവർ അതും കൂടെ ആഡ് ചെയ്ത് കൊണ്ടുപോവുക. അങ്ങനെ അവതരിപ്പിച്ചാൽ പള്ളിപ്രസംഗവും ബോറാക്കാതെ കൊണ്ടുപോകാൻ പറ്റും. ഈ മതപ്രസംഗങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് നമ്മളെ ആരാണ്ട് എന്തോ പുണ്യം പഠിപ്പിക്കാൻ വരുന്ന പോലെ തോന്നും. അതല്ലാതെ നിങ്ങളിൽ ഒരാളായിട്ട് ഞാനും മാറും. കാരണം ഈ ഫലിതം എന്ന് പറഞ്ഞു കഴിയുമ്പം എല്ലാവരെയും സമന്മാരാകും. അത് കളക്ടറാണെങ്കിലും എഞ്ചിനീയറും ധർമ്മക്കാരനാണെങ്കിലും തമാശയൊക്കെ ഒരുപോലെ ചിരിക്കുക. അപ്പോൾ അവിടെ ചിരിക്കുമ്പോൾ ഞാൻ കളക്ടറുടെ ചിരിയാണെന്നൊന്നുമില്ല. അതാണ് അതൊരു ധ്യാനത്തിലും കൺവെൻഷനൊക്കെ ആണെങ്കിലും അങ്ങനെ പറയുമ്പം ഉന്നതരും താഴ്ന്നവരും എല്ലാവരും ഒന്നായിട്ടങ്ങ് മാറുമ്പോൾ എല്ലാവർക്കും തോന്നും ഇതെനിക്കുള്ളതാണ്. അതാണ് ഒരു ഫലിതത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ പള്ളിപ്രസവം അങ്ങനെ പറയാമെങ്കിൽ ഒത്തിരി ആപ്ലിക്കബിൾ ആവും. അങ്ങനെ പലർക്കും പറയാൻ ഉള്ള കഴിവില്ല, പലരും അങ്ങനെ പറയാൻ ശ്രമിക്കുന്നുമില്ല. അങ്ങനെ തോന്നിയിട്ടുള്ളൂ. അപ്പോൾ പുണ്യം പഠിപ്പിക്കാൻ പോവുകയാണെന്ന് മുൻവിധി തോന്നാത്ത രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ. പിന്നെ ഈ അച്ഛൻ പറയുന്നതൊക്കെ നല്ല 1-1.5 പുണ്യങ്ങൾ തന്നെയാണ്. പക്ഷെ അച്ഛൻ പറയുന്ന രീതിയാണ് അച്ഛനെ സ്പെഷ്യലാക്കുന്നത്. അച്ഛൻ ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഒരു സ്ഥലത്ത് പറഞ്ഞ കോമഡി പിന്നെ റിപ്പീറ്റ് ചെയ്യാറില്ല. അത് ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അച്ഛൻ ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുണ്ട്. അച്ഛനെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിരിപ്പിച്ചേക്കുന്ന ഒരു നിമിഷം അതൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാമോ? അങ്ങനെയുള്ള പലതുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ഒരു മാനസിക രോഗമുള്ളവരുടെ കേന്ദ്രത്തിൽ ക്ലാസ് എടുത്തു. അങ്ങനെ ക്ലാസ് എടുത്തപ്പോഴത്തേക്ക് ഞാൻ ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുക. ഒരു 100 പേര് അവരുണ്ട്, ഒരു 400ഓളം അവരുടെ ഉപകാരികളും പങ്കെടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു ജീവിതം ഒരു വണ്ടി പോലെയാണ്. അപ്പം വണ്ടി വരുമ്പോൾ നമുക്ക് ഇടിക്കുമെന്ന് തോന്നും, പക്ഷേ ഇടിക്കാതെ വണ്ടി സൈഡ് കൊടുത്ത് കടന്നു പോകും. പ്രതിസന്ധികൾ എങ്ങനെയാണ്, നമ്മൾ ഇടിക്കുമെന്ന് തോന്നും,
പക്ഷേ അത് കടന്നു പോകും. ആ ചിന്തയെ നമ്മൾ ജീവിതം എടുക്കണം. ഉദാഹരണത്തിന് കോട്ടയത്ത് നിന്ന് ഒരു ബസ് പാലായിലേക്ക് പുറപ്പെടുന്നു സങ്കല്പിക്കാൻ പറ്റും. അപ്പം ഏറ്റവും മുമ്പിലൊരുത്തൻ അവൻ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് പോകുമെന്നും പറഞ്ഞ് ഹോൺ അടിക്കാൻ തുടങ്ങി. വട്ടനല്ലേ അവന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ചെയ്തു. അവിടെയാണ് ഞാൻ ഒരുപാടങ്ങ് ചിരിച്ചു പോയി അതിലേ. അപ്പം പിന്നെ എന്നാ ചെയ്യാൻ ഞാൻ പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിക്കോളാൻ പറയും. കാരണം ഇങ്ങനെ ചില മാനസിക വൈകല്യമുള്ളവരുടെ ചില ഗ്രൂപ്പുകളിൽ ചെല്ലുമ്പോഴാണ് അവരുടെ രോഗത്തെക്കുറിച്ച് ദുഃഖമുണ്ടെങ്കിലും അവിടെ പെട്ടെന്നുള്ള റിയാക്ഷൻ കാണുമ്പം അങ്ങനെ ചിരിച്ചു പോയിട്ടുണ്ട്. പിന്നെ ചില കുടിയന്മാരൊക്കെ ധ്യാനത്തിൽ പങ്കെടുത്താലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു ധ്യാനത്തിൽ പറഞ്ഞു, ആകാശത്തിലെ പക്ഷികൾ നമുക്ക് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളവരെയോ പത്തായമില്ല, ദൈവം അവയെ പോറ്റുമെന്ന് പറയുമ്പോൾ പറഞ്ഞു. പിന്നെ ദൈവമൊന്നുമല്ല, എൻ്റെ കണ്ണത്തിലെന്നല്ല അത് കൊത്തിക്കൊണ്ട് പോകുന്നതെന്ന് പരസ്യമായിട്ട് പറഞ്ഞവരുണ്ട്. അപ്പം ചില ഓർക്കാപ്പുറത്ത ചില ഇങ്ങനെയുള്ള സഡൻ ഇൻ്റർവെൻഷൻ വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള ചില സമയത്ത് അങ്ങനെ ചിരിച്ചു പോയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അച്ഛൻ പണ്ട് മുതലേ ധ്യാനിപ്പിക്കാനൊക്കെ പോകാറുണ്ട്. ധ്യാനഗുരുവായിരുന്നു, നമ്മുടെ കേരളത്തിൽ വളർന്നു. എന്നിട്ട് കുവൈറ്റിലെ ഒരു പ്രസംഗമാണ് അച്ഛനങ്ങ് കയറി ഫേമസ് ആക്കിയത്. അത് നിമിത്തങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് അച്ഛ? ഇങ്ങനെ അത് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസാന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെയുള്ള ഒരു ആവിശ്വാസം ഇല്ലെങ്കിലും ഓരോ നമുക്ക് വളർച്ചയ്ക്കൊരു കാലമുണ്ട്. അത് ദൈവം വെച്ച കാലമാണ്. അത് നമ്മളെപ്പോഴും ഓർക്കണം. അപ്പോൾ വലിയ രാഹുകാലം അങ്ങനെ അതിനുള്ള വിശ്വാസമല്ല. നമുക്ക് ഈ സ്വയം നമ്മൾ പെട്ടെന്ന് ഇന്നൊന്നായി നാളെ വലുതാകാൻ ശ്രമിക്കുന്നവരൊക്കെ ഇരുന്ന് പോകും. നമ്മളിത് ചുമ്മാ ഇരുന്ന് കൊടുക്കണം. അങ്ങനെ കൊടുത്ത് പോകുമ്പോഴാണ് ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ തെളിഞ്ഞു വരും. അപ്പോൾ അത് കുവൈറ്റിൽ കൊടുത്ത ഓർത്തഡോക്സ് സഭക്കാരുടെയാണ്. ദേവലോകം അരമന എന്നുള്ള അവിടെ പോകുന്നു. അപ്പോൾ അവിടെ അപ്പോഴാണ് യൂട്യൂബൊക്കെ ഫേമസ് ആകുന്ന കാലം അതാണ്. അപ്പോൾ 2010 ശേഷമാണ് ഇത്രയും അങ്ങോട്ട് ഇതായി വരുന്നത്. അപ്പോൾ അങ്ങനെ വന്നൊരു പ്രസംഗം അവിടെ നിന്ന് ഒരാൾ എടുത്തിട്ടതാണ്. ഞാനിതുവരെ ഈ മീഡിയയിലൊന്നും എൻ്റേതായിട്ട് ഞാൻ കൊടുത്തിട്ടേ ഇല്ല. അതിൽ കോളേജ് പിള്ളേരും ഓരോ ഇഷ്ടക്കാരും അങ്ങനെ ഇട്ടിട്ട് പൊരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കുവൈറ്റിൽ കൊടുത്തൊരു പ്രസംഗം അത് പെട്ടെന്ന് വൈറലായി. അതിൽ ഒരു പ്രസംഗം എനിക്ക് വന്നത് ലോക റെക്കോർഡ് പോലെ പ്രസംഗത്തിൻ്റെ 16 ലക്ഷം പേര് അതിൻ്റെ ഒരു പീസ് കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ വരുവായിരുന്നു, അച്ഛൻ വ്യൂവേഴ്സിനെയൊക്കെ നോക്കാറുണ്ട്? കമ്പ്യൂട്ടർ ഒരു പീസ് കണ്ടത് 16 ലക്ഷത്തിൽ പരം പേര്. അങ്ങനെ ഒരു ഇന്ന് വരെ ഒരു പ്രസംഗം ആരും അങ്ങനെ ഒരിടത്തും തന്നെ കണ്ടായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ സിനിമ വല്ലതും കണമെങ്കിൽ പോലും 5-6 ലക്ഷത്തിൽ കൂടുന്ന ആരും അങ്ങനെ കാണുക. അത് കുവൈറ്റിൽ കൊടുത്തതായിരുന്നു. അത് ഒത്തിരി അങ്ങ് വൈറലായിരുന്നു, ഒരുപാട് വൈറലായി. അവിടെ മുതലാണ് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത്. ആദ്യത്തെ ശാലോം ടി വിയുടെ ഞാൻ ആദ്യമേ തുടങ്ങിയത് സൂര്യ ടി വിക്ക് വേണ്ടിയായിരുന്നു പണ്ട്. അത് 2000-നൊക്കെ ആ കാലഘട്ടത്തിൽ സൂര്യ ടി വി തുടങ്ങിയപ്പോഴായിരുന്നു പൊൻപുലരി കൊടുക്കുമായിരുന്നു. അപ്പം അതിനുശേഷം ശാലോം വന്നു പിന്നെ കൂടുതൽ അതിലേക്കായി. ശാലോമാണ് ഒത്തിരി പോപ്പുലറാക്കിയത്, കാരണം എല്ലാവർക്കും ഇടയിൽ. അതിൽ കണ്ടതിൻ്റെ വെളിച്ചത്തിലാണ് കുവൈറ്റിലേക്ക് വിളിക്കാൻ കാരണം. പിന്നെ മീഡിയയുടെ ലോകമായിട്ടങ്ങ് മാറിയല്ലോ. പിന്നെ എല്ലാ ചാനലുകാരും മാറി വിളിക്കാൻ തുടങ്ങി. പിന്നെ സിനിമാക്കാർ വരെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ സിനിമയിലേക്ക് കൊടുക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊടുത്തിട്ടില്ല. ചെറിയ പീസൊക്കെ എടുത്ത് ചിലൊക്കെ കാണിക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ. അച്ഛൻ ഈ സിനിമയിലേക്ക് കയറാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണം? അത് വേറൊരു ലോകം. അതിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാണല്ലോ ലോകം. പിന്നെ അതിൻ്റെ വിളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരു പൗരോഹിത്യവും സഭയുടെ ഇതുമായിട്ട് പിന്നെ ചേർന്ന് പോവുകയില്ല. വല്ലപ്പോഴും ഇപ്പം നമ്മുടെ ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒരു പ്രോഗ്രാം കാണിക്കുന്നത് ഓക്കെ. അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മാറുകയും പിന്നെ ഒരു സിനിമാ മൂല്യങ്ങളിലേക്ക് എന്നെപ്പോലെ ഒരാൾ വേറെ നെഗറ്റീവ് ടോൺ അത് സഭാംഗങ്ങൾക്ക് ആൾക്കാർക്ക് ഉണ്ടാകാം. അതുകൊണ്ടാണ് ഓൺ സ്ക്രീൻ വരുന്നത്. അതന്നെ വരുന്നത്. പിന്നെ അതാവും പിന്നെ നമ്മളെക്കുറിച്ചുള്ള റേറ്റിംഗ് മറ്റൊരു രീതി വരിക. അത് അല്ലാതെ തന്നെ നമുക്ക് അതിനേക്കാൾ കൂടിയൊരു റേഞ്ച് നമുക്ക് കിട്ടുന്നുള്ളതുകൊണ്ട് പിന്നെ ചിന്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വളർച്ചയ്ക്കൊരു സമയമുണ്ട്. അതെല്ലാവരും പ്രത്യേകം നോട്ട് ചെയ്യുക. പിന്നെ അച്ഛാ, ഇപ്പം അച്ഛൻ ഒരുപാട് മുഖ്യധാര ചാനലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ലൈഫ് ആസ് എ സെലിബ്രിറ്റി അതെങ്ങനെയുണ്ട് അച്ഛാ? ഇപ്പോൾ ഒരുപാട് പേര് തിരിച്ചറിയുന്നു, പണ്ടത്തേലും ഒരുപാട് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് വരുന്ന പക്ഷേ നമുക്കൊരു സ്വകാര്യ ജീവിതം ഒരുപാട് നമുക്ക് നഷ്ടപ്പെടും. ഇപ്പോൾ ഒരു ഹോട്ടലിൽ ചെന്നാലും എല്ലാവരും ക്യാമറയായിട്ട് വരുവേ സെൽഫി എടുക്കാനും ഒക്കെ. അതിപ്പം മറ്റു മതക്കാർ ധാരാളം പേരിങ്ങനെ വരും, ഒരുപാട് വരും. പിന്നെ നമുക്ക് എവിടെ ചെന്നാലും തിരിച്ചറിയും. അപ്പോൾ തിരിച്ചറിയുന്നതുകൊണ്ട് ഒരു ഗുണം എപ്പോഴും നമുക്കൊരു വലിയ സുഹൃത്ത് ബന്ധമുണ്ട്. ഈ മലയാളി സമൂഹം ലോകത്തുള്ളിടത്തെല്ലാം മലയാളം, തമിഴ്നാട്, കന്നഡ, മറ്റ് ഭാഷക്കാർ പോലും മലയാളം മനസ്സിലാക്കുന്നവരുണ്ടല്ലോ. അപ്പം അങ്ങനെയാണ് ഒരു വലിയൊരു സുഹൃത്ത് വലയത്തിൻ്റെ ഒരു വലിയ ലോകം നമുക്കുണ്ട് ആ രീതിയിൽ. പക്ഷേ നമുക്ക് ഒത്തിരി സ്വകാര്യതകൾ നമുക്ക് ഇല്ല. അതുകൊണ്ട് വാക്കും പെറുകിയേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മനുഷ്യന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഒരു 10 മിനിറ്റൊക്കെ പറ്റുള്ളൂ. ഒരു ക്ലാസ് ഇരുന്നാലും ഒരു പ്രസംഗം കേട്ടാലും. പക്ഷെ അച്ഛനാണെങ്കിൽ സാധാരണ ഒരു റേഡിയോയിലൊരു പ്രോഗ്രാം ആണെങ്കിൽ നമ്മളൊരു പാട്ടിടും, ഒരു ഡാൻസ് ഇടയ്ക്ക് പോകും എന്നൊക്കെ ഓർത്ത ഒരു ചാനലിലാണെങ്കിൽ അച്ഛൻ മണിക്കൂറുകളോളം പറയുന്നു, ആൾക്കാർ വളരെ എനർജറ്റിക് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നു.
ഇത് നർമ്മം മാത്രമാണെന്ന് പറഞ്ഞാൽ ഞങ്ങളത് വിശ്വസിക്കണോ? അതിന് അകത്ത് അച്ഛൻ്റെ കുറേ ജീവിത മൂല്യങ്ങളൊക്കെ അച്ഛൻ ഒന്നാമത് നമ്മളെ വായിച്ച് നമ്മൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടേ എന്തും പറയാറുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ പ്രസംഗം എന്ന് വെച്ചാൽ 1 മണിക്കൂറിൽ നല്ല സ്റ്റഫുള്ള രീതിയിലേ ഞാൻ പറയാറുള്ളൂ. കാരണം ആ തീം കളയാതെ വിറ്റ് ചേർക്കാറുള്ളൂ. വിറ്റ് ചേർക്കുന്നത് ഒരു മനുഷ്യൻ്റെ 10 മിനിറ്റ് കഴിയുമ്പം അവനിരുന്ന് മടുക്കും. ആ 10 മിനിറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലും അവനെ അയക്കുന്ന ഒന്ന് ചേർക്കണം. അങ്ങനെ ചേർക്കുമ്പോൾ പിന്നത്തെ 10 മിനിറ്റ് ഗൗരവമുള്ളത് മനസ്സിൽ കിടക്കും. ഈവൻ ഗൗരവമുള്ളത് മനസ്സിൽ നിന്ന് മറന്നാൽ പോലും പറഞ്ഞ പലതും ഓർക്കും. അതുമായിട്ട് ചേർത്ത് വെച്ച് മറ്റു പലതും ഓർക്കും. പലരും വിളിക്കാറുണ്ട് ഈ കുടുംബത്തിലൊക്കെ പറയുന്ന കുടുംബജീവിത പ്രസംഗങ്ങളിൽ ഫലിതം പറഞ്ഞ് രമ്യതപ്പെടുന്ന ദമ്പതിമാരുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് മറ്റ് മതസ്ഥരിൽ തന്നെ ഒരുപാട് വിളിക്കാറുണ്ട്. അപ്പോൾ ആ രീതി വരുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ആൾക്കാരെ ഇരുത്തുന്ന ഇരിപ്പിൽ ബുദ്ധിമുട്ടില്ല. പലപ്പോഴും എല്ലാവരും പ്രസംഗം നിന്നാമെന്ന് പറയുമ്പോൾ എന്നോട് പലപ്പോഴും നിർത്തരുതെന്ന് പറയുന്നവരുണ്ട്. ഞാൻ പാട്ടുകാരെ കൊണ്ട് ദേവി വെച്ചാൽ പാട്ടുകാരെ കൊണ്ടുവരരുത്, ഞങ്ങൾക്ക് പാട്ട് വേണ്ട എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അന്നേരമൊക്കെ നമുക്കൊരു ആത്മധൈര്യം കിട്ടുവാണ്. കൂടുതൽ നമ്മൾ ഒരുങ്ങി പറയാമെങ്കിൽ ഒത്തിരി പേരെ പിന്നെയും സ്വാധീനിക്കാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യമാണ് വരുന്നത്. അപ്പം ഗൗരവമുള്ള കാര്യം ഇടയ്ക്കൊന്ന് അയക്കുക, വീണ്ടും ഈടുള്ള കൊടുക്കുക. അങ്ങനെ ഒരു 3-4 ചെറിയ വിറ്റുണ്ടെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഒരു വലിയ ഗൗരവമായ പ്രസംഗം നമുക്ക് പറഞ്ഞ് പതിപ്പിക്കുക. അന്നേരം ആൾക്കാർ കുറച്ചുകൂടെ വേണമായിരുന്നു, തീർന്നല്ലോ എന്നും പറഞ്ഞ് പോകുന്ന പ്രതികരണം ഒരുപാട്. ഇതുവരെ ഒരു പ്രസംഗത്തിലും മടുപ്പെന്നും പറഞ്ഞ് പോയി ആരെയും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല, ആരും പറഞ്ഞിട്ടുമില്ല, ഞങ്ങൾ കേട്ടിട്ടുമില്ല. ഇപ്പം മനസ്സിൽ ഓർക്കൊന്നും അറിയത്തില്ല, പക്ഷേ അനുഭൂതി നമുക്കുണ്ടായിട്ടില്ല. അച്ഛൻ ഇങ്ങനെ രാഷ്ട്രീയത്തിലൊക്കെ കത്ത് ചെയ്യുന്നൊരു സമയം അച്ഛൻ ഇങ്ങനെ സത്യാഗ്രഹം ചെയ്തതും ഒരു സ്കൂള് പണിയാൻ വേണ്ടി അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അച്ഛാ ഇത്രയും കത്തി നിൽക്കുന്ന ഒരു യുവാവ് പെട്ടെന്ന് സെമിനാരി ചേർന്നപ്പം ആരെങ്കിലും എന്തെങ്കിലും കഥകൾ പറഞ്ഞുണ്ടാക്കുക, അതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് അതൊന്ന് പറയാമോ? അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ അച്ഛനാകാൻ പോകാൻ വേണ്ടിയല്ല ഒരുങ്ങിയതാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ എൻ്റെ മൂത്ത 3 പേര് പെട്ടെന്ന് മരിച്ചവരാണ്. അപ്പം അതിന് ശേഷമുള്ളതാണ് ഞങ്ങൾ 2 പേര്. കാരണം അപ്പോൾ എന്നെ സെമിനാരി വിടാൻ അമ്മയ്ക്കും അപ്പനും ഭയങ്കര എതിര്. അങ്ങനെ വന്നപ്പോഴാണ്, അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ എനിക്ക് ഒരു 3 ഐറ്റങ്ങൾക്ക് 1ാം സമ്മാനം കിട്ടുമായിരുന്നു. പ്രസംഗം, കഥാപ്രസംഗം, മോണായിട്ട് സ്കൂളിൽ പഠിക്കും. 10 കഴിഞ്ഞപ്പോഴും കോളേജ് ചെന്നപ്പോഴും പ്രസംഗത്തിനും കഥാപ്രസംഗം സ്ഥാനമായി. അപ്പോൾ അവിടെ രാഷ്ട്രീയക്കാർ കൂടെ വന്നു, പ്രസംഗം ഇഷ്ടമായിട്ട്. അങ്ങനെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനാകാനുള്ള ആഗ്രഹങ്ങളങ്ങ് പോയി രാഷ്ട്രീയത്തിലായി. അത് ശരിക്ക് ഒരു 3 വർഷം ഫുൾ ടൈം പൊളിറ്റീഷ്യനായി നല്ല സ്ഥാനങ്ങളിലൊക്കെ വന്നപ്പോഴാണ് രാഷ്ട്രീയ പ്രസ്ഥാനം 2ആയിട്ട് പിളർന്നു കഴിഞ്ഞപ്പം എൻ്റെ കൂട്ടുകാരന്മാർ 2 ഗ്രൂപ്പായിട്ട് മാറി. അപ്പോൾ ആ തമ്മിൽ ആരോപണങ്ങളായി, പ്രത്യാരോപണങ്ങളായി. അങ്ങനെയുള്ള ഒരു ബഹളം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ രാഷ്ട്രീയത്തോട് മടുത്തുപോയി. അങ്ങനെ 2 അങ്കിളുമാർ അച്ഛന്മാരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടി. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ അച്ഛന്മാരുടെയും സിസ്റ്റേഴ്സിൻ്റെയൊക്കെ പ്രവർത്തനം കണ്ടപ്പോൾ വീണ്ടും പണ്ട് 10 പഠിച്ചപ്പോഴത്തെ ആഗ്രഹം തോന്നിയതാണ് അച്ഛനാകാൻ പോയപ്പോൾ. അങ്ങനെ ഒരു ആഗ്രഹത്തോടെയാണ് പിന്നീട് കേരളത്തിലേക്ക് വരുന്നത്. വന്നു കഴിഞ്ഞപ്പം 2 ഒരു വശത്ത് രാഷ്ട്രീയക്കാരിലേക്കും ഒരു വശത്ത് പൗരോഹിത്യത്തിലേക്കുള്ള ഒരു യുദ്ധമുണ്ട് മനസ്സിൽ. പക്ഷേ അവസാനം കുറേ നല്ല വൈദികരുടെ റോൾ മോഡലുകൾ മനസ്സിലുണ്ട്. പിന്നെ കപ്പുച്ചിൻ സഭയിൽ ചേരാനുള്ള കാരണം ഈ ധ്യാനപ്രസംഗത്തിന് ഊന്നൽ. മറ്റു സഭകളിലെല്ലാം പ്രസ്ഥാനങ്ങളും ഇടവക അങ്ങനെ വരുമ്പോൾ അല്പം കൂടെ ഫ്രീ ആയിട്ട് വചനപ്രഘോഷത്തിന് പോകാൻ പറ്റും. ആ ഒരു അന്തരീക്ഷം സഭയിലുള്ളതുകൊണ്ടാണ് കപ്പുച്ചിൻ സഭയിലേക്ക് ചേരുന്നതും പഠിക്കുന്ന അങ്ങനെ അച്ഛനാകുന്നത്. അതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പോരുന്നതല്ല. 8ാം ക്ലാസ് മുതലുള്ള ഒരു ആഗ്രഹമാണ്. ഇടയ്ക്ക് മങ്ങിപ്പോയി, വീണ്ടും രാഷ്ട്രീയത്തിൽ ചെന്നപ്പോൾ അതൊക്കെ അർത്ഥശൂന്യമാണെന്ന് പിടി കിട്ടിയപ്പോൾ പഴയതിലേക്ക് തിരിച്ചു വരവായിരുന്നു. അങ്ങനെയാണ് വരുന്നത്. അച്ഛന് ഇപ്പോഴത്തെ യൂത്തിനോട് പറയാനുള്ളത് എന്താണ്? പറയാനുള്ളതേ ഉള്ളൂ. ഒന്ന്, ഒരു മുതിർന്ന തലമുറയോടും നമ്മളെക്കാൾ ലോകപരിചയമുള്ളവരോടും ആദരവോടെ പെരുമാറുക, ആദരവോടെ ശ്രവിക്കുക. അങ്ങനെ ശ്രവിച്ച് കാലങ്ങളുടെ പാരമ്പര്യം ആർജിക്കുന്ന പുതിയ തലമുറയാകാനും അങ്ങനെ ഒരു ബാറ്റൺ കൈമാറുന്നത് പോലെ അടുത്ത തലമുറയ്ക്ക് കൊണ്ടുപോകാനുള്ളത് ഇന്ന് യുവജനങ്ങൾ ആർജിക്കണം. നമ്മുടെ കാരണവന്മാരിൽ നിന്നും നമ്മളെക്കാൾ കൂടുതൽ ലോകപരിചയം ഉള്ളവരിൽ നിന്നും. ഇന്നൊരു വലിയ അപകടം, 2 സംസ്കാരങ്ങൾ നമ്മളെ മതിക്കുന്നുണ്ട്. ഒന്ന് വാരിക്കൂട്ടൽ സംസ്കാരം, 2 വലിച്ചെറിയൽ സംസ്കാരം. ഈ വലിച്ചെറിയൽ സംസ്കാരം സമൂഹത്തിൻ്റെ വലിയൊരു അപകടമാണ്. കാരണം എല്ലാ മൂല്യങ്ങളും ചുമ്മാ എറിയുക, ഞാൻ ഫ്രീ, എൻ്റെ ഫ്രീഡം, അങ്ങനെ പോകുമ്പം നമുക്കൊരു വലിയ ഡെപ്ത് നഷ്ടപ്പെടും. പിന്നെ എന്ത് കിട്ടിയാലും മേക്കപ്പ് സാധനമാണേലും അലങ്കാര വസ്തുവാണേലും അങ്ങനെ ഇങ്ങനെ വാങ്ങിക്കൊടുക്കും. മലയാളികളുടെ കുഴപ്പം, ഇന്ന് അവനെ മതിക്കുന്ന 3 കോംപ്ലക്സുകളുണ്ട്. ഒന്ന് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, 2 സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്, 3 എല്ലാം മേടിച്ചു കൊടുക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ്. അതെന്തൊരു വലിയ അപകടമാണ്.
അപ്പം അങ്ങനെയുള്ള ലോകത്ത് അതിന് അഡിക്റ്റാകാതെ തലമുറകളുടെയും പാരമ്പര്യങ്ങളുടെയും ഡെപ്ത് ആർജിക്കുന്ന യൂത്തായിട്ട് പോയാൽ അല്പം കൂടെ സമൂഹത്തെ ഉദ്ധരിക്കാനും നന്മ ചെയ്യാനും യുവജനങ്ങൾക്ക് കഴിയും. ഇതാണ് ഒരു ഉപദേശം പോലെ പറയാനുള്ളത്. അച്ഛാ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഒരു സെക്ഷൻ ഉണ്ട്, അതായത് വിത്ത് എക്സാമ്പിൾസ് വിവരിക്കുക എന്നും പറഞ്ഞ് അങ്ങനെ ഒരു 4 ടോപ്പിക്ക് തരാണ്. ചിരി, അഹങ്കാരം, അസൂയ, മീഡിയ. ചിരി വിത്ത് എക്സാമ്പിൾ അച്ഛനൊന്ന് വിവരിക്കും. ഒരു 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ചിരിയുടെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുസ് കൂടും. ചിരി ഒരു എത്ര ടെൻഷനുള്ള കുടുംബത്തിലാണെങ്കിലും ഒരുമിച്ച് ഇരുന്ന് ഒരു തമാശയുടെ കാര്യം കാണുമ്പോൾ എല്ലാവരും ഒന്നാവും. സൗന്ദര്യം വർദ്ധിപ്പിക്കും അച്ഛാ. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കും. എനിക്ക് തോന്നി. കാരണം നമുക്ക് ഈ പ്രായം അറിയില്ല. ഉദാഹരണം ജസ്റ്റ് നമ്മൾ ഒരു മെസ്സേജ് വരും, ചുമ്മാ മനുഷ്യർക്ക് ചിരിക്കാൻ പറ്റുന്നൊരു രീതി. ഒരു വിവാഹമോചനത്തിന് ഭർത്താവും ഭാര്യയും കൂടി ചെല്ലും. കോടതി ചെന്നപ്പോൾ ഇവർക്ക് 3 മക്കളാണ്. കോടതിക്ക് ഇവരെ പിരിക്കരുതെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു, നിങ്ങൾ മക്കളെ 3 പേരും തുല്യമായിട്ട് വീതം വെക്കാമെങ്കിൽ ഡൈവോഴ്സ് തരാം. ഒരു മാർഗ്ഗമില്ലല്ലോ. ഭർത്താവ് പറഞ്ഞു, ഒരു അപ്പീൽ 1 വർഷത്തെ ഗ്യാപ്പ് തന്നാൽ മതി, തുല്യമാക്കാമെന്ന് പറഞ്ഞു. അപ്പം പോയി ഭാര്യ ഗർഭിണിയായി. അപ്പം 4 ആകുമല്ലോ. അപ്പം 4 ആകുമ്പം പിറ്റേ മാസം കോടതി പോകാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ പ്രസവിച്ചപ്പം ഇരട്ട പിള്ളേരായിരുന്നു. അപ്പം മനുഷ്യൻ തീരുമാനിച്ചാലും ഇതില്ല. പക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ നമുക്ക് ചിരി വരും. കാരണം ഇങ്ങനെയുള്ളത് മനുഷ്യനൊന്ന് സങ്കല്പിച്ചു. പക്ഷേ നമ്മൾ ഓർക്കാത്ത ഒരു എൻഡല്ലേ വരുന്നത്. ചിരി എപ്പോഴും വരുന്നത് അൺഎക്സ്പെക്റ്റഡ് എൻഡിൽ നിന്നാണ്. പ്രതീക്ഷിക്കാത്ത അന്ത്യം കാണിക്കുമ്പോഴേ ഉള്ളൂ ചിരി വരും. അഹങ്കാരം എന്ന് പറഞ്ഞു കഴിയുമ്പം നമ്മുടെ ജീവിതത്തിൽ അത് ഒരു കോംപ്ലക്സാണ് നമ്മളുടെ അഹങ്കാരം. അപ്പം എപ്പോഴും ബാക്കി ആരും ഒന്നുമല്ല, ഞാനൊന്നാണ് എന്നുള്ളത്. അതിപ്പം ഇപ്പം വസ്ത്രം ധരിച്ച് അഹങ്കരിക്കാം, ആഭരണം ധരിച്ചായിരിക്കും. ഉദാഹരണം മോതിരം ഒരു അഹങ്കാരത്തിൻ്റെയും കൂടി ഒരു സിമ്പലാണ്. കാരണം ഒരാവശ്യമില്ല വിരലിലൊക്കെ ഇത് പരത്തി വെച്ചിട്ട്. പക്ഷെ ഇവരിത് വെച്ചതെന്ന് വെച്ച് ചോദിക്കും, അച്ഛൻ കോട്ടയത്താണോ പാലായിലാണോ, ഇത് കാണിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ളവരുണ്ട്. ജൂബാടെ വട്ടത്ത് പിടിച്ച് രോമത്തിൽ പറഞ്ഞു കിടക്കുന്ന മാല വിരലെ പൊക്കി പിടിക്കുന്നു. നമ്മൾ കാണിച്ചാൽ ഈ പ്രത്യേകിച്ച് സമ്പത്തില്ലാത്ത കുടുംബത്തിൽ കാശുണ്ടാകുന്നവരും സ്റ്റാൻഡേർഡ് ഇല്ലാത്തവർക്ക് അല്പം ഗമ വരുമ്പോഴും ഉണ്ടാകുന്നതാണ്. ഇംഗ്ലണ്ടിൽ പോയി വരുന്ന അമ്മച്ചി പ്ലാവേ നോക്കി ചോദിക്കുമോ ഇതാണോ ഷക്ക. അപ്പോൾ 1 മാസം പോയതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റാണ്. ഇതൊക്കെയാണ് മനുഷ്യൻ്റെ അഹങ്കാരം. അതിൻ്റെ പല വിധത്തിൽ ഇങ്ങനെ കാണിക്കുക. അപ്പോൾ മലയാളിയെക്കുറിച്ച് പറയും, പ്ലാസ്റ്റിക് പൊളിക്കാത്ത സീറ്റ് കാറയിലുണ്ടെങ്കിൽ 1 വർഷം കഴിഞ്ഞാൽ അവനെ നിർത്തി കളയുകയില്ല. കാരണം അവൻ്റെ പുത്തനാന്ന് കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലാണ് അഹങ്കാരം വരിക. അത് ഈ അഹങ്കാരം ഒരു നല്ല ബോധ്യവും അറിവുള്ളവർക്കും ജീവിതത്തിലെ ചില ഞാൻ ഇന്നതാണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി ഉള്ളവർക്ക് അഹങ്കാരമില്ലല്ലോ. സെൽഫ് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുന്നവർക്കാണ് അഹന്ത വരിക. മഹാത്മാഗാന്ധിക്ക് പാൻസും കോട്ടും ധരിച്ച് കാണിക്കേണ്ട കാര്യമില്ല. മദർ തെരേസയ്ക്ക് വില കൂടിയ സാരി കൊടുക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ നാട്ടിലുള്ള കൊച്ചു ഗാന്ധിമാരും കൊച്ചു പെണ്ണുങ്ങളുമാണ് ഞാനെന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി. അത് അഹങ്കാരം. ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ് അഹങ്കാരം എന്ന് പറയുക. അപ്പം അത് ചിരിയൊന്ന്, അഹങ്കാരം മറ്റൊന്ന്, ഇതൊന്ന് അസൂയ. അസൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമന്മാരിലും സഹോദരന്മാരിലും ഉണ്ടാകുന്നതാണ് അസൂയ. എനിക്ക് അമേരിക്കയോട് അസൂയ തോന്നിയല്ല, പാകിസ്ഥാനോട് തോന്നുള്ളൂ. കാരണം പാകിസ്ഥാനാണ് എന്നെ ഉരുമി കിടക്കുന്ന രാജ്യം. എനിക്ക് ചൈനയോട് തോന്നും, എന്നെ തൊട്ട് കിടക്കുന്ന രാജ്യം. എനിക്ക് റഷ്യയോട് തോന്നുകയില്ല, അത് ദൂരെയാണ്. അതുകൊണ്ടാണ് വീട്ടിൽ 3 മക്കൾ കെട്ടി വന്നാൽ ആ മരുമകളുമായി തമ്മിൽ അസൂയ തോന്നും. ഒരു പെരക്കകത്താണ് താമസിക്കുന്നത്. എൻ്റെ അയൽക്കാരോട് എനിക്ക് അസൂയ, അല്ലാണ്ട് ചങ്ങനാശ്ശേരിയിലുള്ള ആൾക്ക് ചേർത്തലുള്ള ആളോടല്ല തോന്നുക. ഇത് അസൂയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നതാണ്. തുല്യരിലും സമന്മാരിലും സഹോദരിലും വരുന്നതാണ്. അതെങ്ങനെ അറിയുക? ഒരാൾക്ക് നന്മ വരുമ്പോൾ എനിക്ക് മനപ്രയാസവും ഒരാൾക്ക് തിന്മ വരുമ്പോൾ എനിക്ക് സന്തോഷം തോന്നിയാൽ എൻ്റെ ഉള്ളിൽ അസൂയയാണ്. അതാണ് നമ്മൾ തിരിച്ചറിയുക. മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യനെ പല വിധത്തിൽ സ്വാധീനിക്കുന്നതാണ്. ഇപ്പോൾ മനുഷ്യൻ്റെ ക്യാരക്ടർ ഫോർമേഷനിൽ നിർണായകമായ പങ്ക് മീഡിയ വഹിക്കുന്നുണ്ട്. അപ്പം സത്യമാണോ? ഒരു മീഡിയയിൽ നിന്ന് ഒരിക്കലും ന്യൂസല്ല, വ്യൂസാണ് കാണിക്കുന്നത്. ഓരോരുത്തർക്കും ഇപ്പോൾ ഓരോ ചാനലുകാർക്കും അവനവൻ്റേതായ ഒരു വ്യൂസുണ്ട്. ഇൻ്റർവ്യൂ ആണെങ്കിലും ശുദ്ധ കള്ളത്തരമല്ല കാണിക്കുക. ഒരാൾക്ക് പറയാനുള്ള അവസരം കൊടുക്കുന്നില്ലല്ലോ. അവസരം തുടങ്ങുമ്പോൾ ലെറ്റസ് ഗോ ഫോർ എ ബ്രേക്ക് എന്ന് പറഞ്ഞ് പിന്നെ അവൻ്റേത് ആഡ് ചെയ്യുന്നത്, അതാണ് ശരിയല്ലല്ലോ. ഇപ്പം ഒരാൾ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പം ഒരുപാട് ബൾബ് ഇങ്ങനെ നിൽക്കുന്നു, എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ബൾബുകൾ. ഇപ്പോൾ ചെന്നയാൾ ദൈവത്തോട് ചോദിച്ചു തന്നെ ബൾബ്. അന്നേരം പറഞ്ഞു ഓരോ ഭൂഖണ്ഡത്തിലെ ബൾബാണ്. ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഒരാൾ നുണ പറഞ്ഞാൽ അവിടുത്തെ ഒരു ബൾബ് തെളിയും, പല പറഞ്ഞാൽ പല ബൾബ് തെളിയും. അങ്ങനെ ഭൂമിയിൽ നുണ പറയുമ്പോൾ സ്വർഗത്തിലെ ബൾബ് തെളിഞ്ഞുകൊണ്ടിരിക്കും. പറഞ്ഞുകൊണ്ട് നിൽക്കുകയും
എല്ലാ ബൾബും ഒരുമിച്ച് തെളിഞ്ഞു. ഇതെന്നാന്ന് ചോദിച്ചു. അത് കേരളത്തിൽ മലയാളം ചാനൽ വാർത്ത വായിക്കാൻ തുടങ്ങി, അതാണ് ഈ കാണുന്നത്. പലപ്പോഴും നമ്മുടെ എല്ലാ മീഡിയയ്ക്ക് ഇന്ന് അങ്ങനെയാണ് പോകുന്നത്. നമുക്കൊരിക്കലും സത്യം കിട്ടുകയില്ല. ചുമ്മാ അവരവരുടെ ഇഷ്ടങ്ങൾ. ഒരു സോഷ്യൽ ഇഷ്യൂ വന്നാലും ഓരോ ചാനലുകൾക്കും റിവ്യൂ ഉണ്ട്, അത് തന്നെ അവർ പരിധിക്കണം. അപ്പോൾ നമുക്കൊരിക്കലും സത്യം അറിയാൻ പറ്റുകയില്ല. അതാണ് ഇന്ന് മീഡിയയുടെ ഒരു ദുരുപയോഗം. പോസിറ്റീവായിട്ട് ഉപയോഗിച്ചാൽ ഒത്തിരി നന്മതി കൊണ്ടുവരാനും പറ്റും. എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് ഇതിനെക്കുറിച്ചൊക്കെ. ഓക്കെ, 2 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അച്ഛന് 10 മാർക്ക് വെച്ച് ഓരോന്നിനും തന്നു കേട്ടോ. ഇപ്പം ഞാൻ ടീച്ചർ. ഓക്കെ അച്ഛാ, അച്ഛൻ ഒരുപാട് പേരെ ചിരിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? എൻ്റെ കൺട്രോൾ പോയി എന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങളില്ലേ? അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഈ ചിലരെക്കുറിച്ച് ഞാൻ ദേഷ്യഭാവത്തിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അത് ചുമ്മാ പൊട്ടിത്തെറിച്ചിട്ടില്ല ആരോടും. പ്രത്യേകിച്ച് ഈ മറ്റ് മതങ്ങളെ പരിഹസിക്കുന്നവരോട് ഞാൻ മറുപടിയായിട്ട്. പിന്നെ ക്രിസ്ത്യൻ സഭകളിൽ തന്നെ ഒരു കൂട്ടർ മോശം, ഞങ്ങൾ മാത്രം ശരി എന്ന് പറഞ്ഞ് സ്ഥാപിച്ചവരുണ്ട്. അവർക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം അങ്ങനെ ഒരു പ്രതിഷേധം ആരെങ്കിലും കാണിച്ചില്ലെങ്കിൽ അവർ പറഞ്ഞ് ശരിയാണെന്ന് ലോകം ധരിക്കും. അപ്പം അതിനെ എന്നെപ്പോലെ അറിയപ്പെടുന്ന ഒരാൾ അല്പം ഇങ്ങനെ പറയുമ്പോൾ എന്താണെന്ന് ചിന്തിക്കാൻ കാരണമോ, അങ്ങനെ ചിന്തിക്കാൻ വേണ്ടി ദേഷ്യത്തോടെ പ്രതികരിച്ചിട്ടുണ്ട്. അല്ലാണ്ട് ഒരാരെയും ഞാൻ മുറിപ്പെടുത്തി വിട്ടിട്ടില്ല ഒരിക്കലും. അങ്ങനത്തുള്ള ചില തീമിൽ അത് അവർ ചെയ്യുന്നത് ശരിയല്ല എന്ന് ചിലരെ കാണുമ്പം അതിനെ ശക്തമായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. പിന്നെ അച്ഛന് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുന്ന ഒരു ഇൻസിഡൻറ്റ്? ബോറടിച്ചിരിക്കുന്നത് ഈ ഭൂമിയിലുണ്ടായിട്ടില്ല, ആകാശത്തുണ്ടായിട്ടുണ്ട്. അമേരിക്കയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ 13 മണിക്കൂർ ദുബായിൽ നിന്ന് ന്യൂയോർക്കിന് പറക്കുമ്പം ബോറടിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അല്ലാനീസത്തിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ ദൈവമേ ഇവിടെ എങ്ങാനും വീണ മീൻ വെട്ടിക്കൊണ്ട് പോകുമല്ലോ, അക്കരെ ആയ ഭേദമായിരുന്നു, അങ്ങനെ ഓർത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ബുദ്ധിമുട്ട് വന്നപ്പോഴാണ് ഞാൻ വിമാനത്തിലിരുന്ന് പുസ്തകം എഴുതാൻ തുടങ്ങി. അങ്ങനെ എഴുതിയ പുസ്തകമാണ് ഇണയും തുണയും. അങ്ങനെ എഴുതുക. അത് സിംഗപ്പൂരിൽ നിന്ന് മെൽബൺ പോയപ്പം ആ 8 മണിക്കൂറിൽ എഴുതി തീർത്താൽ ചിലപ്പോൾ അങ്ങനെ എഴുതാൻ തുടങ്ങി, മടുപ്പ് മാറ്റാൻ വേണ്ടി. പിന്നെ ചില പുസ്തകം വായിച്ച് ഷോർട്ട് നോട്ട് കുറിക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ സിനിമ ഒക്കെ ഇങ്ങനെ കാണും അവർ അതിലെ ടി വിയിൽ അതിനകത്തിരുന്ന്. എന്നാലും മടുക്കാറുണ്ട്. പക്ഷെ നമുക്ക് മടുപ്പില്ല, കാരണം എപ്പോഴും എന്തെങ്കിലും പ്രോഗ്രാംസോ ഉത്തരവാദിത്വം, ഇപ്പം സഭയുടെ ഉത്തരവാദിത്തമുണ്ട്, പിന്നെ എപ്പോഴും ഒത്തിരി വിളിയുണ്ടല്ലോ. അപ്പം അങ്ങനെ പറയുകയല്ല കേട്ടോ. അച്ഛൻ ഏറ്റവും ഇഷ്ടമുള്ള സിനിമാ താരം? ഇപ്പോൾ സിനിമ കാണുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാണ്. ഏറ്റവും ഇഷ്ടമുള്ളൊരു സിനിമാ നടൻ? എനിക്ക് വ്യക്തിപരമായിട്ട് സീനിയേഴ്സിൽ എനിക്കിഷ്ടം മമ്മൂട്ടിയുടെ ഈ SIയും അഡ്വക്കേറ്റും ആകുന്ന റോളുകളുണ്ട്. പിന്നെ ചിരിപ്പിച്ചും കരയിപ്പിച്ചും പോകുന്നത് മോഹൻലാലിൻ്റെയൊക്കെ. അപ്പോൾ അങ്ങനെ മുതിർന്നവരിൽ രണ്ടുപേരെ ഒരുപോലെ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട്. അല്ല, രണ്ട് രീതി. ഇപ്പം ഒരു നല്ലൊരു SIയുടെയും ഒരു അഡ്വക്കേറ്റിൻ്റെയും മോഹൻലാൽ എടുത്താൽ വിജയിക്കുകയല്ല, ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. മോഹൻലാലിൻ്റെ മേമ്പെടുക്കൊണ്ട് ആൻസർ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ പറ്റിയല്ല. അപ്പോൾ ആ രീതി 2 റേഞ്ച് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അച്ഛൻ ഈ കപ്പൂച്ചൻ സഭയുടെ പ്രൊവിൻഷ്യലാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതുകൂടാതെ വിവിധ രാജ്യങ്ങളിൽ അച്ഛനെ കാത്ത് ഒരുപാട് വിശ്വാസികളും അവിശ്വാസികളും അച്ഛനിൽ നിന്ന് എന്തെങ്കിലും നല്ലൊരു കാര്യം കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടി എങ്ങനെ അച്ഛൻ മാനേജ് ചെയ്യുന്നത്? ഒന്ന്, ഞാൻ എൻ്റെ ഉറക്ക സമയം പരമാവധി കുറയ്ക്കാറുണ്ട്. പാതിരാത്രിക്ക് വന്ന് കിടന്നാലും രാവിലെ 6 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത ശുശ്രൂഷകളിലേക്ക് പോകും. ഞാൻ പിന്നെ സമയം വെറുതെ പാഴാക്കിയല്ല. വണ്ടി യാത്രയാണ്ടിരിക്കാൻ ഒരുപാട് വായിക്കും. വരച്ച് പോകും. വരച്ച് നോക്കുന്നത് പിന്നെ സ്വസ്ഥമായിട്ടിരിക്കുമ്പം വേറെ കുറിച്ച് പോകും. അങ്ങനെ ഒരുപാട് ശേഖരിക്കും. അങ്ങനെ പിന്നെ സഭയിൽ എന്നെ സഹായിക്കാൻ 4 പേരും കൂടെ ഉണ്ട്. ഞാൻ ഇല്ലാത്തപ്പം കാര്യങ്ങൾ ചെയ്യാനും. പിന്നെ ഇന്നിപ്പോൾ മൊബൈലും കമ്പ്യൂട്ടറൊക്കെ ആയതുകൊണ്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഫോണിൽ കൂടെ ആണെങ്കിലും മെസ്സേജ് കൊടുത്താൽ മതി. പഴയ കാലം പോലെ ആ ബുദ്ധിമുട്ടില്ല, നമുക്കതില്ല. അതുകൊണ്ട് സഭയുടെ കാര്യങ്ങളും അങ്ങനെ നടന്നു പോകും, ധ്യാനങ്ങൾക്കും പോകാം. പിന്നെ പഴയതുപോലെ നീണ്ട കാലമൊന്നും മാറി നിൽക്കുകയില്ല. ഒരു 10-15 ദിവസം കൊണ്ടൊക്കെ തിരിച്ചു പോരുന്ന പോലെ ആയി. പണ്ട് 2 മാസമൊക്കെ പോയി അങ്ങ് ധ്യാനിപ്പിച്ച് വരുമായിരുന്നു. അങ്ങനെയുള്ളതൊന്നും പറ്റിയാൽ എന്നുള്ളത്. അച്ഛൻ നേരത്തെ പറഞ്ഞായിരുന്നു ചാനൽ ഇൻ്റർവ്യൂക്കാരൊക്കെ മനുഷ്യന് സംസാരിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലേ? അച്ഛൻ്റെ മനസ്സിലുള്ളതൊക്കെ പുറത്തു വന്നല്ലോ. ഇനി എന്തെങ്കിലും അപ്പം നമുക്ക് മൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പം അച്ഛ ഞങ്ങളോട് കൂടി ഇത്രയും നേരം അച്ഛൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് ഒരുപാട് നന്ദി. താങ്ക് യു. എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് ദൈവം ചെയ്യട്ടെ.